നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അണഞ്ഞുപോകാത്ത വിപ്ലവത്തിന്റെ തീയോർമ്മകൾക്കൊപ്പമാണ് മലയാളി VS എന്ന രണ്ടക്ഷരത്തെ ചേർത്ത് വെച്ചിരിക്കുന്നത്. കണ്ണേ കരളി VS എന്ന ആർത്തലയ്ക്കുന്ന മുദ്രാവാക്യത്തിന്റെ കരുത്തിൽ പാർട്ടിയിലെ തന്നെ തിരുത്തൽ ശബ്ദമായ ജീവിതം. ആറ്റിക്കുറുക്കിയ വാക്കും നിലപാടുകളിലെ തലപ്പൊക്കവും ഒരേ സമയം VSനെ പാർട്ടിയിലെ പ്രിയങ്കരനും വേറിട്ടവനുമാക്കി. ആലപ്പുഴയിൽ കയർ തൊഴിലാളിയായിരിക്കെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ സഖാവ് P. കൃഷ്ണപിള്ളയാണ് VSലെ സമരാഗ്നി കണ്ടെത്തിയത്. മരണത്തിന്റെ അവസാന നിമിഷങ്ങളിലും ആ അഗ്നി ആളിക്കത്തുകയായിരുന്നു. ഇനിയും കത്തും VSനെ മാതൃകയാക്കിയ ഒരുപാട് ആളുകളുടെ നെഞ്ചിലൂടെ. പൊതുവേദികളിൽ VS അച്യുതാനന്ദനെത്തിയാൽ പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും മനസ്സിൽ വിപ്ലവ വീര്യം തിളച്ചു പൊങ്ങുമായിരുന്നു. അവർ ആർത്തു വിളിച്ചിരുന്നു, കണ്ണേ കരളെ VSയെ, കേരള മണ്ണിൻ പൊന്മുത്തേ. മലയാളികൾക്ക് കണ്ണും കരളുമൊക്കെയായിരുന്ന VS. വിഭാഗീയതയുടെ കാലത്തും VS വേദിയിലേക്ക് എത്തുമ്പോൾ നിശബ്ദത പാലിക്കാൻ നിർബന്ധിതരാക്കപ്പെട്ടിരുന്നവരുടെ പോലും മുഷ്ടികൾ ചുരുളുമായിരുന്നു. CPM പ്രവർത്തകർ മാത്രമല്ല, എല്ലാവരും VSനെ അഭിവാദ്യം ചെയ്തിരുന്നു. പാർട്ടി എന്തെന്നറിയാത്ത കൊച്ചുകുട്ടികൾക്ക് പോലും VS ആവേശമായിരുന്നു. VS എന്ന മലയാളക്കരയുടെ വിപ്ലവ സൂര്യനെ ഇന്ന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. 16 വയസ്സ് വരെ കടുത്ത ദൈവവിശ്വാസിയായിരുന്ന VS നിരീശ്വരവാദി ആയതിനു പിന്നിൽ ഒരു കഥയുണ്ട്. അച്യുതാനന്ദന് 4 വയസ്സുള്ളപ്പോഴാണ് അമ്മയ്ക്ക് വസൂരി വന്നത്. അത്യാസന്ന നിലയിൽ അകലെയുള്ള ഓലക്കൂരയിൽ കിടക്കുകയാണ് അമ്മ. അവർക്ക് അവസാനമായി മക്കളെ കാണണം. മക്കളെ അവിടെ എത്തിച്ചു. ഓലക്കീറിന്റെ പഴുതിലൂടെ ആ അമ്മ മക്കളെ കണ്ണീരോടെ കണ്ടു. കാര്യമെന്തെന്നറിയില്ലെങ്കിലും മക്കൾ കരഞ്ഞു. അമ്മ തങ്ങളെ കൈകാട്ടി വിളിക്കുന്നത് 4 വയസ്സുകാരൻ കണ്ടു. അങ്ങോട്ട് കുതിക്കാൻ ശ്രമിച്ചു. മറ്റുള്ളവർ പിടിച്ചു നിർത്തി. കരഞ്ഞു തളർന്ന് തിരിഞ്ഞു നോക്കി ആ കുട്ടി നടന്നു. മക്കൾ മറഞ്ഞതും ആ അമ്മയുടെ മിഴികൾ എന്നേക്കുമായി അടഞ്ഞു. പിന്നെ അച്ഛൻ ശങ്കരൻ തന്നെയായിരുന്നു അമ്മയും. VSന് 16 വയസ്സുള്ളപ്പോൾ അച്ഛനും കടുത്ത രോഗം വന്ന് മരിച്ചു. അന്നത്തോടെ VS നിരീശ്വരവാദിയായി. അച്ഛൻ്റെ രോഗം മാറണേ എന്ന് പറഞ്ഞ് ഞാൻ പതിവായി പ്രാർത്ഥിക്കുമായിരുന്നു. അറിയാവുന്ന എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചു. വൈദ്യരുടെ അടുത്ത് പോയി അച്ഛന് മരുന്ന് വാങ്ങിയിരുന്നതും ഞാനായിരുന്നു. പക്ഷെ എന്ത് കാര്യം, അച്ഛൻ മരിച്ചു. അതോടെ എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, ഒരു ദൈവത്തിനെയും വിളിച്ചതുമില്ല. വലുതായപ്പോൾ ശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് പ്രാർത്ഥനയിലൊന്നും വലിയ കാര്യമില്ലെന്ന് മനസ്സിലായത്. രൂപത്തിലും ഭാവത്തിലും സംഭാഷണത്തിലും ഒറ്റനോട്ടത്തിൽ ആകർഷണീയമായി ഒന്നുമില്ല. അങ്ങനെയാണെങ്കിലും ആ മനുഷ്യനെ കേൾക്കാൻ ജനം ഒഴുകിയെത്തി. ആ വാക്കുകൾ ഇടിമുഴക്കത്തെ തോൽപ്പിക്കുന്ന കരഘോഷത്തോടെ അവർ ഏറ്റുവാങ്ങി. അദ്ദേഹത്തിന്റെ രക്തത്തിന് വേണ്ടി കൊതിച്ചിരുന്നവരും അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് ആഗ്രഹിച്ചവരും ആ ജനപ്രീതി കണ്ട് അന്തം വിട്ടു. അതായിരുന്നു VS അച്യുതാനന്ദൻ എന്ന സഖാവ്. VS വെട്ടിനിരത്തൽ കാലത്ത് വെറുക്കപ്പെട്ട സഖാവായി ചിത്രീകരിക്കപ്പെട്ട VS ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ നേതാവായി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. നിലപാടുകളിലെ വിട്ടുവീഴ്ചയില്ലായ്മയും അഴിമതിയുടെ കറ പുരളാത്ത സംശുദ്ധ രാഷ്ട്രീയ ജീവിതവുമാണ് VSന്റെ ജനപ്രീതിക്ക് കാരണം. ഇന്ത്യയിലെ CPM നേതാക്കളിൽ ഏറ്റവും തലമുതിർന്ന ആളായിരുന്നു VS. 1964 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് CPM രൂപവൽക്കരിച്ച 32 പേരിൽ ഒരാൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നീട് എന്തുണ്ടായാലും അതിൽ നിന്ന് പിന്നോക്കം പോകുന്ന പ്രശ്നമില്ല. അതാണ് പാർട്ടിയുടെ ശക്തിയും. എന്നാൽ VSന്റെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരിക്കലെടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോക്കം പോകേണ്ടി വന്നു. ഒന്നല്ല 2 തവണ. VS എന്ന വലിയ മനുഷ്യന്റെ ജനപിന്തുണ കൊണ്ടാണ് CPM ഉറച്ച തീരുമാനം മാറ്റിയത്. 2006 തെരഞ്ഞെടുപ്പിൽ VS മത്സരിക്കേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചു. ചെറിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയായിരുന്നു ആ തീരുമാനമെടുത്തത്. പക്ഷെ പാർട്ടി പ്രതീക്ഷിച്ചതിനും അപ്പുറമായിരുന്നു പ്രതിഷേധങ്ങൾ. മുദ്രാവാക്യം വിളികളുമായി AKG സെന്ററിന് മുന്നിലേക്ക് വരെ പ്രതിഷേധക്കാർ എത്തി. ഇതിനൊപ്പം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധം ആളിക്കത്തി. ഒരു വേള പാർട്ടി പിളരുമെന്ന ഘട്ടം വരെ എത്തി. അതോടെ PB ഇടപെടലുണ്ടായി. VSനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. വൻഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി സംസ്ഥാനത്ത് ജയിച്ചു കയറി. VS തന്നെയാവും മുഖ്യമന്ത്രി എന്ന് എല്ലാവരും ഉറപ്പിച്ചു. പക്ഷേ പാർട്ടിക്ക് VSനെ മുഖ്യമന്ത്രിയാക്കാൻ താല്പര്യമത്ര പോരാ. പാലോളി മുഹമ്മദ് കുട്ടിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചത്. അപ്പോഴേക്കും PB ഇടപെടലുണ്ടായി. അങ്ങനെ VS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. പക്ഷെ ആഭ്യന്തര വകുപ്പ് നൽകിയില്ല. അന്ന് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ആഭ്യന്തരം കൈകാര്യം ചെയ്തത്. പാർട്ടിയും സർക്കാരും 2 ധ്രുവങ്ങളിൽ നിന്ന കാലമായിരുന്നു അത്. ഭരണത്തെ ഇത് പ്രതികൂലമായി ബാധിച്ചു. പാർട്ടിക്ക് നിയന്ത്രണമില്ലാതെ മുഖ്യമന്ത്രിയും, മുഖ്യമന്ത്രിക്ക് നിയന്ത്രണമില്ലാതെ പാർട്ടി മന്ത്രിമാരും എന്നതായിരുന്നു അന്നത്തെ സ്ഥിതി. മൂന്നാർ, ലോട്ടറി മാഫിയ തുടങ്ങിയ വിവാദ വിഷയങ്ങളിൽ VS ജനപ്രീതി നേടിയെങ്കിലും വികസനത്തിന്റെ കാര്യത്തിൽ ഒരു കുതിച്ചുചാട്ടം നടത്താനൊന്നും അദ്ദേഹത്തിനായില്ല. അതിന് കഴിയാത്തത് പാർട്ടിയുടെ നീരാളിപ്പിടുത്തമായിരുന്നു എന്നതായിരുന്നു സത്യം.
2011 തെരഞ്ഞെടുപ്പിലും ചരിത്രം ആവർത്തിച്ചു. VS മത്സരിക്കേണ്ടതില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. അപ്പോഴും പ്രതിഷേധമുയർന്നു. പക്ഷെ ഇത്തവണ മറ്റൊന്നുകൂടി സംഭവിച്ചു. VSനെ മത്സരിപ്പിക്കേണ്ടെന്ന തീരുമാനത്തിനൊപ്പം പരസ്യമായി നിന്ന ചില പാർട്ടി ഭാരവാഹികൾ VS മത്സരിച്ചില്ലെങ്കിൽ പാർട്ടി സംസ്ഥാനത്ത് ദയനീയമായി പരാജയപ്പെടുമെന്ന് PB രഹസ്യമായി അറിയിച്ചു. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ PB VS മത്സരിക്കട്ടെ എന്ന് തീരുമാനമെടുത്തു. മുൻപത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. 72 സീറ്റ് നേടി UDF ഭരണത്തിലെത്തിയെങ്കിലും 68 സീറ്റ് നേടി കട്ടയ്ക്ക് നിൽക്കാൻ LDFനെ സഹായിച്ചതും VS ആയിരുന്നു. VSന് ഭരണ തുടർച്ച ലഭിക്കാതിരിക്കാൻ പാർട്ടി പല സീറ്റുകളും തോറ്റുകൊടുത്തതാണെന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. തുടർന്ന് അങ്ങോട്ട് പാർട്ടിയുമായി VS ഏറെ അകന്നു. TP ചന്ദ്രശേഖരൻ വധമായിരുന്നു അതിന് പ്രധാന കാരണം. കൊലപാതകത്തെ തുടർന്ന് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് പാർട്ടിക്കെതിരെ VS എടുത്തത്. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം അദ്ദേഹം TPയുടെ വിധവയായ രമയെ കാണാൻ പോയതും പാർട്ടിക്കുള്ളിലും പുറത്തും ഏറെ ചർച്ച ചെയ്യപ്പെടുകയും വിവാദമാവുകയും ചെയ്തു. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഇത് വ്യക്തമായി പ്രതിഫലിക്കുകയും ചെയ്തു. ആലപ്പുഴയിൽ നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനം VS ബഹിഷ്കരിച്ചതും ഏറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു സംഭവമായിരുന്നു. സമ്മേളനത്തിൽ അദ്ദേഹത്തിനെതിരെ കുറ്റവിചാരണ നടത്തി VS പക്ഷക്കാരായ പലരെയും സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. VS പാർട്ടിക്ക് പുറത്തേക്ക് എന്നുവരെ തോന്നിച്ച ഘട്ടമായിരുന്നു അത്. എന്നാൽ പാർട്ടിയോടെ ചേർന്ന് നിൽക്കുന്ന VSനെയാണ് പിന്നീട് കണ്ടത്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അരയും തലയും മുറുക്കി പാർട്ടിയെ ജയിപ്പിക്കാൻ അദ്ദേഹം രംഗത്തിറങ്ങി. പാർട്ടിയിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയാണ് VS പാർട്ടിക്ക് വഴങ്ങിയത് എന്നുവരെ വിമർശനമുയർന്നു. പിണറായി വിജയൻ ആദ്യ മുഖ്യമന്ത്രിയായ തിരഞ്ഞെടുപ്പായിരുന്നു VSന്റെ അവസാന തെരഞ്ഞെടുപ്പ്. അന്നും മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ അദ്ദേഹം വിജയിച്ചു. ഒരു വേള മുഖ്യമന്ത്രിയാകുമോ എന്ന് തോന്നിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം പിണറായിക്ക് വേണ്ടി വഴിമാറിക്കൊടുത്തു. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ എന്ന അധികാരമൊന്നുമില്ലാത്ത പദവിയിൽ പാർട്ടി അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചു. നിരവധി റിപ്പോർട്ടുകൾ സർക്കാരിന് സമർപ്പിച്ചെങ്കിലും അതിലൊന്നുപോലും നടപ്പാക്കാൻ സർക്കാർ മനസ്സ് കാട്ടിയില്ല. പക്ഷെ അതിലൊന്നിലും അദ്ദേഹത്തിന് പരിഭവമേ ഇല്ലായിരുന്നു. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരുന്ന കാലം VSന്റെ ജനകീയ നേതാവിലേക്കുള്ള പരകായ പ്രവേശനത്തിന്റെ സമയമായിരുന്നു. പാമോലിൻ, ലാവലിൻ, ഐസ്ക്രീം പാർലർ, ഇടമലയാർ എന്നീ വിവാദ കേസുകളിൽ ഒറ്റയ്ക്ക് പോരാടി. എൻഡോസൾഫാൻ, പ്ലാച്ചിമട, കൊക്കക്കോള വിരുദ്ധ സമരം എന്നിങ്ങനെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തു. മതിക്കെട്ടാൻ മല നടന്നു കയറി. സൂര്യനെല്ലിയിലെ പാവം പെൺകുട്ടിക്ക് താങ്ങും തണലുമായി ആ മനുഷ്യൻ നിന്നു. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അങ്ങനെ സമരമെന്നാൽ കേരളത്തിന് VS ആയി. അതിനാൽ തന്നെ നിയമസഭയിൽ ഭരണപക്ഷത്തിരുന്നപ്പോഴും പ്രതിപക്ഷത്തായിരുന്നപ്പോഴും VS സംസാരിച്ചത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി കൂടിയായിരുന്നു. ആ സംസാരങ്ങളിൽ പലതും നിയമസഭ അകത്തളത്തെ പിടിച്ചുലച്ചവയുമായിരുന്നു.